നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. സാങ്കേതിക തകരാറിന്റെ പേരിൽ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം വൈകുന്നതും തിരിച്ചിറക്കുന്നതും തുടർക്കഥയാവുകയാണ്. ഇതിൽ പ്രവാസികളെല്ലാം തന്നെ കടുത്ത ഭാഷയിലാണ് പ്രതികരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇത് വീണ്ടും തുടർച്ചയായ ദിവസങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്. ഇന്നലെ ഷാർജ കണ്ണൂർ വിമാനം 6.5 മണിക്കൂറിലേറെ വൈകിയതാണ് ഒടുവിലത്തെ സംഭവം. ഇന്നലെ രാവിലെ 8-ന് പുറപ്പെടേണ്ട എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനമാണ് 150-ലേറെ പ്രവാസികളെ ദുരിതത്തിലാക്കിയത്. ബോർഡിംഗിനായി യാത്രക്കാരെ വിമാനത്തിലേക്ക് കൊണ്ടുപോകാൻ ബസ്സിൽ കയറ്റിയ ശേഷം തിരിച്ചിറക്കുകയായിരുന്നു. രാവിലെ 8-ന് തിരിക്കേണ്ട വിമാനത്തിൽ പോകാൻ 3 മണിക്കൂർ മുൻപേ ഷാർജ വിമാനത്താവളത്തിലെത്തി നടപടികൾ പൂർത്തിയാക്കി ബോർഡിംഗ് പാസ് കൈപ്പറ്റിയ യാത്രക്കാരെയാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് വലച്ചത്. പുറപ്പെടുന്ന സമയം പലവട്ടം മാറ്റിപ്പറഞ്ഞ ശേഷം ഉച്ചയ്ക്ക് 11:30-ഓടെ വിമാനത്തിലേക്ക് കൊണ്ടുപോകാൻ യാത്രക്കാരെ ബസ്സിൽ കയറ്റി. പിന്നീട് സാങ്കേതിക തകരാറെന്ന് പറഞ്ഞ് തിരിച്ചിറക്കി. അത്യാവശ്യമായി നാട്ടിലെത്തേണ്ട സ്ത്രീകളും കുട്ടികളും അടക്കമുള്ള യാത്രക്കാർ മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ വലഞ്ഞു. ജർമ്മനിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം നാട്ടിലേക്ക് പുറപ്പെട്ട യാത്രക്കാരിയാകട്ടെ ഷാർജയിൽ കുടുങ്ങിപ്പോയ അവസ്ഥയിലുമായി. 6.5 മണിക്കൂറോളം കഴിഞ്ഞ് ഉച്ചയ്ക്ക് 2:30-ക്കാണ് പിന്നീട് 9746 വിമാനം ഷാർജയിൽ നിന്ന് കണ്ണൂരിലേക്ക് പറന്നത്. കഴിഞ്ഞ ദിവസവും സാങ്കേതിക തകരാർ മൂലം എയർ ഇന്ത്യ എക്സ്പ്രസ് പറന്നുയർന്ന 45 മിനിറ്റിന് ശേഷം തിരിച്ചിറക്കേണ്ടതായി വന്നു. ശനിയാഴ്ച വൈകിട്ടോടെയായിരുന്നു ഈ സംഭവം. മസ്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട 9554 വിമാനമാണ് അടിയന്തരമായി മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ തിരിച്ചിറക്കേണ്ടി വന്നത്. മസ്കത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം 45 മിനിറ്റ് പറന്ന ശേഷം വിമാനത്തിന് ചില സാങ്കേതിക തകരാറുണ്ടെന്ന് പൈലറ്റ് യാത്രക്കാരെ അറിയിക്കുകയായിരുന്നു. സാങ്കേതിക തകരാറാണ് വിമാനം അടിയന്തരമായി ഇറക്കാൻ കാരണമെന്നാണ് അധികൃതർ നൽകിയ വിശദീകരണം. 165 യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഒമാൻ സമയം രാവിലെ 10:30-ന് പുറപ്പെടേണ്ടിയിരുന്ന 9554 വിമാനം മണിക്കൂറുകൾ വൈകി വൈകുന്നേരം 3:30-ഓടെയാണ് മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ടത്. വിമാനത്തിന് ചില സാങ്കേതിക തകരാറുള്ളത് പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നുവെന്നും ഈ വിമാനത്തിന് ഇനി യാത്ര തുടരാനാവില്ലെന്നുമാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചത്. യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ തിരുവനന്തപുരത്തേക്കോ കൊച്ചിയിലേക്കോ എത്തിക്കുമെന്നായിരുന്നു അധികൃതർ നൽകിയ വിശദീകരണം. രാവിലെ 10:30-ന് പുറപ്പെടേണ്ടിയിരുന്ന വിമാനത്തിൽ യാത്ര ചെയ്യാനായി പ്രാദേശിക സമയം രാവിലെ 7 മണി മുതൽ തന്നെ യാത്രക്കാർ വിമാനത്താവളത്തിലെ 9-ാം ഗേറ്റിൽ എത്തിയിരുന്നു. എന്നാൽ വിമാനത്തിലേക്കുള്ള ബോർഡിംഗ് സമയം 1:30-ന് ആയിരിക്കുമെന്നാണ് യാത്രക്കാർക്ക് നൽകിയ ബോർഡിംഗ് പാസിൽ രേഖപ്പെടുത്തിയിരുന്നത്. വിമാനം പുറപ്പെടാൻ വൈകുന്നത് സംബന്ധിച്ച മറ്റ് വിശദീകരണങ്ങളൊന്നും അധികൃതരിൽ നിന്ന് യാത്രക്കാർക്ക് ലഭിച്ചതുമില്ലായിരുന്നു. ഇത് കുട്ടികളും സ്ത്രീകളും അടങ്ങിയ യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കിയിരുന്നു. മണിക്കൂറുകൾ വൈകി 3:30-ന് പുറപ്പെടേണ്ട വിമാനമാണ് 45 മിനിറ്റ് പറന്ന ശേഷം സാങ്കേതിക തകരാർ കാരണം തിരിച്ചിറക്കേണ്ടി വന്നത്. ഇതോടെ അടിയന്തര ആവശ്യങ്ങൾക്കായി നാട്ടിലെത്തേണ്ടവർ ദുരിതത്തിലായത്. ഞായറാഴ്ച രാവിലെ 8 മണിക്ക് മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കേണ്ട ചാത്തന്നൂർ സ്വദേശി, നാട്ടിൽ ICUവിൽ കിടക്കുന്ന പിതാവിനെ കാണാൻ നാട്ടിൽ പോകുന്ന തിരുവനന്തപുരം സ്വദേശി ആൻഡോ, MBBS അഡ്മിഷന് വേണ്ടി അടിയന്തരമായി നാട്ടിൽ റിപ്പോർട്ട് ചെയ്യേണ്ട വിദ്യാർത്ഥി തുടങ്ങിയ നിരവധി പേരായിരുന്നു യാത്ര മുടങ്ങിയതോടെ ദുരിതത്തിലായത്. എന്നാൽ പിറ്റേ ദിവസം തന്നെ യാത്രക്കാർക്ക് മറ്റൊരു വിമാനം ഏർപ്പെടുത്തി നൽകിയിരുന്നു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.